ഭക്തജനങ്ങളെ, നമ്മുടെ ദാരിദ്ര്യം, കടബാധ്യത ഇവയില്ലാതാക്കി നമുക്ക് സമ്പത്ത് വരുവാൻ, നമ്മൾ സമ്പന്നരാകുവാൻ ധാരാളം സ്തോത്രങ്ങൾ നാം ചൊല്ലുന്നുണ്ട്. കടബാധ്യത കൂടുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നമ്മൾ നെട്ടോട്ടമോടും ഈ കടബാധ്യത എങ്ങനെ തീർക്കാമെന്ന്. പക്ഷേ ഭഗവാന്റെ ചെറിയൊരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഈ കടബാധ്യതയിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ, സാമ്പത്തികമായിട്ട് വരുന്ന തടസ്സങ്ങളെ നീക്കി ഭഗവാൻ നമുക്ക് ആ സാമ്പത്തികം നേരെയാക്കി തരുവാനുള്ള മാർഗങ്ങളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മുടെ ഈ കടബാധ്യതകൾ ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. ഈ കടബാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു സ്തോത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഈ സ്തോത്രം നിത്യവും നാം വിളക്ക് കത്തിച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇതിരുന്ന് കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് നമ്മുടെ കൊടിയ ദാരിദ്ര്യത്തെയും കടബാധ്യതകളെയും നശിപ്പിക്കുകയും ആ ബാധ്യതകൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സമ്പത്ത് കൊണ്ടുവരുവാൻ, നമുക്ക് സമ്പത്തിന് കിട്ടുവാനുള്ള സമ്പത്ത് വഴിയിൽ തടയുന്ന തടസ്സ കാരണം എന്താണോ, നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള തടസ്സ കാരണങ്ങൾ എന്തായാലും അത് ഗണേശ ഭഗവാൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഗണേശ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ തുടർച്ചയായിട്ട് നമ്മൾ നിത്യവും ഇത് ചൊല്ലുന്നവർക്ക് സുനിശ്ചിതമായിട്ടും നമ്മുടെ ദാരിദ്ര്യം അകന്ന് നമ്മൾ അല്പാൽപ്പം സമ്പന്നതയിലൂടെ നമുക്ക് സമ്പന്നരായി തീരുവാനുള്ള, നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു കുബേരനെ പോലെ ആയി തീരുവാനുള്ള സാമ്പത്തികം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധ്യമാകും എന്നാണ് ഈ ഒരു വിശ്വാസം. ഈ ഋണഹര ഗണേശ സ്തോത്രം നമ്മൾ ജപിക്കുന്നതിലൂടെ കടബാധ്യതകളിൽ നിന്ന് നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും. ദാരിദ്ര്യം ഒഴിഞ്ഞു പോകുവാനുള്ള ഗണേശ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായിട്ടും സിദ്ധിക്കും. അതിനായിട്ട് നിങ്ങളേവരും ഇത് നിത്യവും അല്ല എങ്കിൽ ഒരാഴ്ചയിൽ ബുധനാഴ്ച ദിവസങ്ങളിലെങ്കിലും ഇത് കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിലൂടെ ഇത് കേൾക്കുന്ന, ഈ ഗണേശ സ്തോത്രം കാണുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഋണഹര ഗണേശ സ്തോത്രം. സിന്ദൂരവർണം ദ്വിഭുജം ഗണേശം ലംബോദരം പത്മദളേ നിവിഷ്ടം ബ്രഹ്മാദിദേവൈഃ പരിസേവ്യമാനം സിദ്ധൈർയുധം തം പ്രണമാമി ദേവം. സൃഷ്ട്യാദൗ ബ്രഹ്മണാ സമ്യക് പൂജിതഃ ഫലസിദ്ധയേ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. ത്രിപുരസ്യ വധാത് പൂർവം ശംഭുനാ സമൃഗർച്ചിതഃ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. ഹിരണ്യകശ്യപ്വാദീനാം വധാർത്തേ വിഷ്ണുനാർച്ചിതഃ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. महिषस्य वधे देव्या गणनाथ प्रपूजितः सदैव पार्वतीपुत्र ऋणनाशं करोतु मे। तारकस्य वधात् पूर्वं कुमारेण प्रपूजितः सदैव पार्वतीपुत्र ऋणनाशं करोतु मे। भास्करेण गणेशो हि
പൂജിതശ്ച വിസിദ്ധയേ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. ശശിനാകാന്തി വൃദ്ധ്യർത്ഥം പൂജിതോ ഗണനായകഃ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. പാലനായ ച തപസാം വിശ്വാമിത്രേണ പ്രപൂജിതഃ സദൈവ പാർവതീപുത്ര ഋണനാശം കരോതു മേ. ഓം ശ്രീ ഗണേശായ നമഃ.